പേര് പ്രിൻസ് സോവേലി. മോദി ലൈബ്രറിയുടെ രജതജൂബിലി ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയതാണ്. കവിയരങ്ങിൽ പങ്കെടുത്തു. അതോടനുബന്ധിച്ച് 2 കവിതകൾ അവതരിപ്പിക്കുന്നു. ഒന്നാമത് ലാസ്റ്റ് പീരീഡ് ആയിരുന്നു. കവിതയുടെ പേര് സ്നേഹമെന്നായിരുന്നു. ലാസ്റ്റ് പീരീഡ് ആയിരുന്നു. കവിതയുടെ പേര് സ്നേഹമെന്നായിരുന്നു. ബ്ലാക്ക് ബോർഡിൽ കവിതയുടെ പേരെഴുതുമ്പോൾ ഒരു തരി ചോക്ക് പോലും പൊടിഞ്ഞു വീഴാത്തതെന്തെന്ന് ടീച്ചർ അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് ബോർഡിൽ കവിതയുടെ പേരെഴുതുമ്പോൾ ഒരു തരി ചോക്ക് പോലും പൊടിഞ്ഞു വീഴാത്തതെന്തെന്ന് ടീച്ചർ അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. ചോക്ക് ബോർഡിൽ ഉരയുന്ന ശബ്ദത്തിന് ഇത്ര സംഗീതമോ എന്ന് കുട്ടികൾ മൗനപ്പെടുന്നുണ്ടായിരുന്നു. ചോക്ക് ബോർഡിൽ ഉരയുന്ന ശബ്ദത്തിന് ഇത്ര സംഗീതമോ എന്ന് കുട്ടികൾ മൗനപ്പെടുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഡെസ്കുകളോടും ബെഞ്ചുകളോടും ഒന്നും പറയാതെ എന്തിനാണ് ഡസ്റ്റർ ക്ലാസ് വിട്ടിറങ്ങിയതെന്ന് ചൂരലിനറിയില്ലായിരുന്നു. അടുത്ത കവിത വെള്ളാരം കല്ല്. എത്ര മിനുസമുള്ള വെള്ളാരം കല്ലിനും ഉരഞ്ഞു തീർന്ന മുനകളെക്കുറിച്ച് പറയാനുണ്ടാകും. പലതായി ഉടച്ചൊരുക്കിയ ജലപാതങ്ങളെ ഓർക്കാനുണ്ടാകും. എത്ര മിനുസമുള്ള വെള്ളാരം കല്ലിനും തൊട്ട് തഴുകിയ അലയുടെ ചുംബനപ്പാടുണ്ടാകും. ആഴങ്ങളിലൂടൊഴുകിയതിന് അടയാളങ്ങളുണ്ടാകും. എത്ര മിനുസമുള്ള വെള്ളാരം കല്ലിലും കുഞ്ഞുമീനിൻ്റെ ചുണ്ടുകളുടെ നനവുണ്ടാകും. തീരത്തെ പായലിൻ്റെ ആലിംഗനങ്ങളുടെ മുദ്രകളുണ്ടാകും. അങ്ങനെയുള്ള വെള്ളാരം കല്ലുകളിൽ നീ എന്നെ കടന്നു പോകുമ്പോൾ പാദങ്ങൾക്ക് നോവരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ടാകും. അങ്ങനെയുള്ള വെള്ളാരം കല്ലുകളിൽ നീ എന്നെ കടന്നു പോകുമ്പോൾ പാദങ്ങൾക്ക് നോവരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ടാകും.